So let us discuss about an important topic of thermodynamics, that is Joule-Thomson effect. So what is this Joule-Thomson effect? Joule-Thomson effect means when a gas under high pressure is allowed to expand under adiabatic conditions through a porous plug into a region of low pressure, there occurs a change in its temperature. This phenomenon is known as Joule-Thomson effect. Let me explain this to you. അതായത് ഒരു ഗ്യാസ് നമ്മൾ രണ്ട് ചേമ്പർ പ്രസൻ്റ് ആണ്, ചേമ്പർ എ ആൻഡ് ചേമ്പർ ബി. അത് രണ്ടിൻ്റെയും ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് വോളിയം എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റ് ആൻഡ് പ്രഷർ ഓഫ് ഫസ്റ്റ് ചേമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് പ്രഷർ ഓഫ് സെക്കൻഡ് ചേമ്പർ. സോ ഈ ഗ്യാസ് ഫസ്റ്റ് ചേമ്പറിന് സെക്കൻഡ് ചേമ്പറിലേക്ക് ഒരു പോറസ് പ്ലഗ് കൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് there will be some kind of change in the temperature of gas. It may be cooling or it may be heating, which depends upon the inversion temperature, and we will learn about inversion temperature later on. Now let's try an experiment. For that, let's blow air on our palm with our mouth wide open. And again, try the same experiment with your mouth with a small opening. And at the same time, move your palm to understand or to feel the air. So what happens, or what is the result that we observe here is the air which is coming out through the small opening of the mouth seems to be cooled. Why? എന്തുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ടുള്ള മൗത്ത് ഓപ്പണിങ്ങിൽ കൂടെ വരുന്ന എയർ കൂൾ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ആപ്ലിക്കേഷൻ ഓർ ഇറ്റ് ഷോസ് Joule-Thomson effect. Okay, let's think about this. Inside our body the pressure is very high, right? നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ പ്രഷർ വളരെ ഹൈ ആണ്. അപ്പം ഹൈ പ്രഷർ ആയിട്ടുള്ള ബോഡിയുടെ ഉള്ളിൽ നിന്ന് സ്മോൾ ഓപ്പണിംഗ് ആയിട്ടുള്ള മൗത്തിലൂടെ എയർ പുറത്തേക്ക് വരികയാണ്. വേർ ടു ദ എൻവയോൺമെൻറ്റ് കമ്പാരിറ്റീവ്ലി പ്രഷർ കുറവായിട്ടുള്ളൊരു റീജിയനാണ്. സോ ഫ്രം എ ഹൈ പ്രഷർ റീജിയൻ ദാറ്റ് ഇസ് ഇൻസൈഡ് അവർ ബോഡി ടു എ ലോ പ്രഷർ റീജിയൻ ദാറ്റ് ഇസ് ടു ദ എൻവയോൺമെൻറ്റ് ഇറ്റ് ഇസ് കമ്മിങ് ഔട്ട് ത്രൂ എ സ്മോൾ ഓപ്പണിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ഫീൽ ചെയ്യാൻ പറ്റും? ദർ വിൽ ബി കൂളിംഗ് ഓഫ് എയർ. ഓക്കെ, ഇത് തന്നെയല്ലേ നമ്മൾ Joule-Thomson എഫക്റ്റിലും പറഞ്ഞത്. Joule-Thomson എഫക്റ്റ് എന്താ പറയുന്നത്? ഒരു ഗ്യാസ് ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് ഒരു സ്മോൾ ഓപ്പണിങ്ങിൽ കൂടെ വരുന്ന സമയത്ത് അവിടെ കൂളിംഗ് ഓഫ് ദ ഗ്യാസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റിലൂടെ ഫീൽ ചെയ്യാൻ പറ്റും. ഇത് കുറച്ചുകൂടി നന്നായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാമ്പ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആ എയറിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. So this experiment will shows about Joule-Thomson effect, or you can feel what is this Joule-Thomson effect. Now നമുക്ക് ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. Here we can see two chambers are present, chamber A and chamber B, and the pressure of first chamber will be always higher than that of pressure of second chamber, and in between both these chambers there is a porous plug. That means ഒരു കുഞ്ഞ് ഓപ്പണിംഗ് പ്രസൻ്റ് ആയിരിക്കും രണ്ട് ചേമ്പറിൻ്റെയും ഇടയിൽ. Here the volume of first chamber and second chamber is different. Okay, so what we are doing is by using the piston, okay, we are pushing the air such that air moves through the porous plug to a region B. നമ്മൾ പിസ്റ്റൺ വെച്ചിട്ട് ഈ റീജിയൻ എയിൽ പ്രസൻ്റ് ആയിട്ടുള്ള എയറിനെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ എയർ ഈ പോറസ് പ്ലഗ് കൂടെ എക്സ്പാൻഡ് ചെയ്ത് റീജിയൻ ബിയിലേക്ക് പോവുക ചെയ്യുന്നത്. അവിടെ കമ്പാരിറ്റീവ്ലി പ്രഷർ കുറവാണ്. അപ്പോൾ അവിടെ എന്താ നടക്കും? എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ചേഞ്ചാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ കൂടെ എന്ത് ചെയ്യുന്നത്? നോട്ടീസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ബേസിക് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഓഫ് Joule-Thomson എക്സ്പെരിമെൻറ്റ്. Now we need to show whether this Joule-Thomson expansion is an Isenthalpic process. Okay, ഈ പ്രോസസ്സ് മൊത്തം നടക്കുന്നത് ഒരു അഡിയാബാറ്റിക് കണ്ടീഷനിലാണ്. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇതൊരു ഐസെൻതാൽപിക് പ്രോസസ് ആണോ അല്ലയോ എന്ന്. വാട്ട് ഇസ് ദിസ് ഐസെൻതാൽപിക് പ്രോസസ്? ഐസെൻതാൽപിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ചേഞ്ച് ഇല്ലാത്ത അല്ലെങ്കിൽ എൻതാൽപ്പി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? Isenthalpic process എന്ന് പറയുന്നത്. അപ്പോൾ we can prove that this Joule-Thomson expansion is an Isenthalpic process. Now let us see how it is. നമുക്കറിയാം, അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ക്യൂ മീൻസ് ഹീറ്റ് ആൻഡ് ഡബ്ല്യു മീൻസ് വർക്ക്. സിൻസ് ദിസ് ഇസ് എൻ അഡിയാബാറ്റിക് പ്രോസസ്, ക്യൂ ഇസ് ഒബ്വിയസ്ലി സീറോ. ഓക്കെ അല്ലേ? ഓൾറെഡി ഇതൊരു അഡിയാബാറ്റിക് പ്രോസസ്സാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ക്യൂ എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ യു എന്തിന് ഈക്വൽ ആയിരിക്കും? ഡബ്ല്യുവിന് ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ വർക്ക് കണ്ടുപിടിക്കുക. അതായത് ഇത് ഹോൾ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിലെ വർക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ചേമ്പറിൽ നടക്കുന്ന വർക്ക് പ്ലസ് റൈറ്റ് ചേമ്പറിൽ നടക്കുന്ന വർക്ക്, അതിൻ്റെ രണ്ടിൻ്റെയും സമ്മേഷൻ ആയിരിക്കും.
ലെഫ്റ്റ് ചേമ്പർ നമ്മൾ എന്താ ചെയ്യുന്നത്, പിസ്റ്റൺ വെച്ച് നമ്മൾ പുഷ് ചെയ്യുക ചെയ്യുന്നത്, അതായത് അവിടെ ഒരു കംപ്രഷനാണ് നടക്കുന്നത്, റൈറ്റ്. സോ കംപ്രഷൻ വർക്ക് ഇസ് ഓൾവേസ് പോസിറ്റീവ്. നമ്മൾ ഓൾറെഡി സൈൻ കൺവെൻഷനിൽ നമ്മൾ പറഞ്ഞു എന്താ, കംപ്രഷൻ വർക്ക് ഓൾറെഡി പോസിറ്റീവും അതേപോലെ എക്സ്പാൻഷൻ വർക്ക് നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ ചേമ്പർ എയിൽ നടക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, P1 V1 ആയിരിക്കും. ഇറ്റ് വിൽ ബി പോസിറ്റീവ് ബിക്കോസ് ഇറ്റ് ഇസ് എ കംപ്രഷൻ വർക്ക്. അതേസമയം ചേമ്പർ 2ൽ നടക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ -P2 V2 ആയിരിക്കും. കാരണം എന്തുകൊണ്ട്, അവിടെ ഗ്യാസിൻ്റെ എക്സ്പാൻഷനാണ് നടക്കുന്നത്. എക്സ്പാൻഷൻ വർക്ക് എന്താ, നെഗറ്റീവാണ്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എന്തിന് ഈക്വൽ ആയിരിക്കും, P1 V1 -P2 V2 ഈക്വൽ ആയിരിക്കും. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ΔU ഇൻറ്റേർണൽ എനർജി വർക്കിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ΔU വിൽ ബി ഈക്വൽ ടു P1 V1 -P2 V2. ΔU എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, U2 - U1. അപ്പോൾ U2 - U1 ഇസ് ഈക്വൽ ടു P1 V1 -P2 V2. ഇതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം സച്ച് ദാറ്റ് U2 ആൻഡ് P2 V2 കംസ് ടു വൺ സൈഡ് ആൻഡ് ദ അതർ വൺ ഗോ ടു ദ നെക്സ്റ്റ് സൈഡ്. അപ്പം നമുക്ക് എങ്ങനെ കിട്ടുക, എൻതാൽപ്പി ചേഞ്ച്, അതായത് നമുക്ക് ഓൾറെഡി അറിയാം എന്താ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ U + PVക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, H2 ഇസ് ഈക്വൽ ടു H1 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ΔH ഇസ് ഈക്വൽ ടു 0 ഓർ ദർ ഇസ് നോ എൻതാൽപ്പി ചേഞ്ച് ആൻഡ് എൻതാൽപ്പി ഇസ് കോൺസ്റ്റൻറ്റ് ഹിയർ. സോ സച്ച് പ്രോസസ് where there is no change in enthalpy is known as isenthalpic process. Hence, we have proved that the whole Joule-Thomson expansion is an isenthalpic process. Now, we have to find the relationship between Joule-Thomson coefficient and Cp. So, we know that enthalpy is a function of temperature as well as pressure. Okay, enthalpy എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ടെമ്പറേച്ചറിൻ്റെ മാത്രം ഫംഗ്ഷൻ ആയിരിക്കും. അതേസമയം ഒരു റിയൽ ഗ്യാസിൻ്റെ കേസിൽ enthalpy will be a function of temperature as well as pressure. ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ് എൻതാൽപ്പീനെ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആസ് വെൽ ആസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. സി വാട്ട് ഹാപ്പൻസ്, DH ഇസ് ഈക്വൽ ടു ∂H/∂P അറ്റ് കോൺസ്റ്റൻറ്റ് T ഇൻറ്റു dP പ്ലസ് ∂H/∂T അറ്റ് കോൺസ്റ്റൻറ്റ് P ഇൻറ്റു dt. അതായത് എൻതാൽപ്പീനെ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും കോൺസ്റ്റൻറ്റ് പ്രഷറിലും വിത്ത് റെസ്പെക്ട് ടു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് വിത്ത് റെസ്പെക്ട് ടു കോൺസ്റ്റൻറ്റ് പ്രഷർ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയല്ലേ കിട്ടുക, ∂H/∂P അറ്റ് കോൺസ്റ്റൻറ്റ് T ഇൻറ്റു dP പ്ലസ് ∂H/∂T അറ്റ് കോൺസ്റ്റൻറ്റ് P ഇൻറ്റു dt. ഇനി നമുക്കറിയാം ∂H/∂T അറ്റ് കോൺസ്റ്റൻറ്റ് P എന്ന് പറഞ്ഞാൽ എന്താ, Cp ആണ് അല്ലേ, ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ∂H/∂T അറ്റ് കോൺസ്റ്റൻറ്റ് P. So let us substitute the value in first equation such that we get the equation as dH is equal to ∂H/∂P at constant T into dP plus Cp into dt. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇക്വേഷൻ മാറി കിട്ടുന്നതായിരിക്കും. സിൻസ് ദിസ് ഇസ് എൻ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ ആൻഡ് ദിസ് ഇസ് എൻ ഐസെൻതാൽപിക് പ്രോസസ്, DH എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ് us equate DH is equal to 0 and we get the equation as ∂H/∂P at constant T into dP plus Cp dt is equal to 0. ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ∂T/∂P ഒരു സൈഡിലേക്ക് എടുത്ത് നമുക്ക് എന്ത് കിട്ടും, ∂T/∂P is equal to ∂H/∂P at constant T divided by Cp. Okay, and this equation or the quantity, this equation, see the equation 6th one, that is ∂T/∂P at constant H is equal to minus ∂H/∂P at constant T by Cp. ഇതിൽ ∂T/∂P at constant Hനെ നമ്മൾ വിളിക്കുന്ന പേരാണ് Joule-Thomson coefficient. ഈ Joule-Thomson coefficientനെ നമ്മൾ ജനറലി ഡിനോട്ട് ചെയ്യുന്നത് μJT വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ μJT ദാറ്റ് ഇസ് Joule-Thomson coefficienറ്റും അതേപോലെ Cpയും തമ്മിലുള്ള റിലേഷൻ നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു, അതായത് ഒരു ഗ്യാസ് ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാകും. പക്ഷേ അത് എന്ത് രീതിയിലുള്ള ടെമ്പറേച്ചർ ചേഞ്ച് ആണ്, ഹീറ്റിംഗ് ആണോ കൂളിംഗ് ആണോ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഹീറ്റിംഗ് ആണോ കൂളിംഗ് ആണോ നമ്മൾ പറയണമെങ്കിൽ അത് എന്തിൻ്റെ ബേസിലായിരിക്കണം, ഇൻവേർഷൻ ടെമ്പറേച്ചറിൻ്റെ ബേസിലായിരിക്കണം, റൈറ്റ്. സോ ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. So what is this inversion temperature? ഈ Joule-Thomson coefficient നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചില്ലേ, μJT. μJT 0 ആവുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, Joule-Thomson ടെമ്പറേച്ചർ. ഓക്കെ, സോ അതിനെ ഡിനോട്ട് ചെയ്യുക Ti വെച്ചിട്ടായിരിക്കും. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് Joule-Thomson coefficient of a gas becomes 0 is known as inversion temperature. Now inversion temperature എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ 2A/RB ആയിരിക്കും. എയും ബിയും വണ്ടർവാൾസ് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. നൗ എപ്പോഴാണ് ഒരു ഗ്യാസ് കൂളിംഗ് നടക്കുന്നത്, എപ്പോഴാണ് ഒരു ഗ്യാസ് ഹീറ്റിംഗ് നടക്കുന്നത്? ഒരു ഗ്യാസ് കൂളിംഗ് നടക്കണമെങ്കിൽ the experimental temperature should be always lower than that of the inversion temperature. Okay, only if the experimental temperature is lower than that of the
inversion temperature, there will be cooling of gas. Otherwise, there will be heating occurring. സോ ഇവിടെ നോക്കി, ഇഫ് മ്യൂ ജെ ടി പോസിറ്റീവ് ആണെന്ന് വിചാരിക്കാം. നമുക്ക് ഓൾറെഡി ആ എക്സ്പ്രഷൻ നോക്കുമ്പോൾ മനസ്സിലാവും മ്യൂ ജെ ടി ഈസ് ഈക്വൽ ടു ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് എച്ച്. സിൻസ് ദിസ് ഇസ് എൻ എക്സ്പാൻഷൻ പ്രോസസ്, P will be always decreasing. So dou P will be negative always, right? Dou P is always negative, and if mu J T has to become positive, dt should be negative. ഇവിടെ നോക്കിയേ, ഡി പി ഓൾറെഡി നെഗറ്റീവ് ആണ്, കാരണം എന്തുകൊണ്ടാണ്, എക്സ്പാൻഷൻ നടക്കുക. അപ്പം മ്യൂ ജെ ടി പോസിറ്റീവ് ആവണമെങ്കിൽ ഡി ടി അവിടെ എന്താവണം, നെഗറ്റീവ് ആവണം. എന്നാലല്ലേ അത് ക്യാൻസലായിപ്പോയി മൊത്തത്തിൽ പോസിറ്റീവ് ആവുള്ളൂ. അപ്പം മ്യൂ ജെ ടി പോസിറ്റീവ് ആകുമ്പം ഡി ടി എന്തായി, നെഗറ്റീവായി. ഡി ടി നെഗറ്റീവ് ആവുമെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇസ് ഡിക്രീസിങ്, ദാറ്റ് മീൻസ് കൂളിംഗ് ഈസ് ഹാപ്പനിങ് ദെയർ. ഓക്കെ, സോ ഇഫ് മ്യൂ ജെ ടി ഈസ് പോസിറ്റീവ്, ദാറ്റ് മീൻസ് ഡി ടി ഈസ് നെഗറ്റീവ് വെയർ കൂളിംഗ് ഈസ് ഒക്കറിങ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം, സി ഇഫ് മ്യൂ ജെ ടി ഈസ് നെഗറ്റീവ്, ഇഫ് മ്യൂ ജെ ടി ഈസ് നെഗറ്റീവ്, ദാറ്റ് മീൻസ് dp is already negative, so dt has to be positive, so that the overall mu jt is negative. Okay, mu jt മൊത്തത്തിൽ നെഗറ്റീവ് ആവണമെങ്കിൽ dp ഓൾറെഡി നെഗറ്റീവ് ആണ്, dt എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ദർ ഇസ് ഹീറ്റിംഗ് ഓഫ് ഗ്യാസ് occurring. Now there is a temperature at which there is neither heating nor cooling is occurring. That is known as inversion temperature. അത് മ്യൂ ജെ ടി സീറോ ആവുന്ന ടെമ്പറേച്ചർ ആയിരിക്കും. അത് എവിടെയായിരിക്കും, ഐഡിയൽ ഗ്യാസിലായിരിക്കും മ്യൂ ജെ ടി സീറോ ആവുന്നുണ്ടാവും. മ്യൂ ജെ ടി സീറോ ആവുന്ന ഐഡിയൽ ഗ്യാസിലായിരിക്കും. ആ ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻവേർഷൻ ടെമ്പറേച്ചർ. അവിടെ കൂളിങ്ങും നടക്കുന്നില്ല, അതുപോലെ തന്നെ ഹീറ്റിങ്ങും നടക്കുന്നില്ല. നത്തിങ് ഈസ് ഹാപ്പനിങ് there. Now here most of the gases are showing in cooling during this Joule-Thomson expansion except two, that is hydrogen and helium. ഹൈഡ്രജനും ഹീലിയം ഒഴിച്ച് ബാക്കിയൊക്കെ കൂളിംഗ് കാണിക്കുക. പക്ഷേ ഹൈഡ്രജനും ഹീലിയം ഹീറ്റിംഗ് ആയിരിക്കും. ഒരു നോർമൽ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്താൽ അവിടെ ഹീറ്റിംഗ് കാണിക്കുക. വൈ? ദാറ്റ് ഇസ് ബിക്കോസ് ഈ ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വളരെ ലോ ആണ്. ദാറ്റ് ഇസ് -80°C and -240°C. So if you are conducting experiment at the normal room temperature, the experimental temperature is higher than its inversion temperature. So we have already told that if the experimental temperature is higher than that of the inversion temperature, then there will be heating. Okay, ഇനി നമുക്ക് ഈ ഹൈഡ്രജൻ ഹീലിയം കൂളിംഗ് നടത്താൻ പറ്റുമോ? നടത്താൻ പറ്റും. എപ്പോൾ? നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് അതിന് ഇൻവേർഷൻ ടെമ്പറേച്ചറിൻ്റെ താഴെയാണ് ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എങ്കിൽ ഹൈഡ്രജനും ഹീലിയം കാണിക്കുന്ന എന്തായിരിക്കും, കൂളിംഗ് ആയിരിക്കും. അവിടെ ഹീറ്റിംഗ് കാണിക്കൂല. ഓക്കെ, now we can see the application of Joule-Thomson effect. So a lot of applications are there for Joule-Thomson effect, especially in the case of liquefaction of gases. So for liquefaction of gases, then it is used in refrigerator systems and in cryogenic applications. For example, in propellants, okay, liquid oxygen, liquid hydrogen ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എന്തിൻ്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും, Joule-Thomson effectൻ്റെ ആപ്ലിക്കേഷൻസ് ആയിരിക്കും. So we have discussed about what is Joule-Thomson effect, how we can feel or how we can experience Joule-Thomson effect. Is this an Isenthalpic process? What is inversion temperature and their application? So I believe that this is clear for you all. Thank you.